ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു മിൽക്കി നട്ട്സ് ആണ്. ജാമീസ് കിച്ചൻ സ്പെഷ്യലാണ്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. आज हम मिल्की नट्स बनाने जा रहे हैं. जामीस किचन का स्पेशल है, ऐसे के दिखाएंगे. नट्स मात्र ഉണ്ടാക്കുന്ന ഒരു ഡിഷ് ആണ്. मेरे पास 5 टाइप का नट्स है. आप लोग का पास कितना है उतना डालने से भी अच्छा है. 1-2 डालने से भी चलेगा. अपना मर्जी का जैसे नट्स डाल दीजिएगा. ഞാൻ 5 ടൈപ്പിലെ നട്ട്സ് ഉണ്ട്. 5 ടൈപ്പ് का നട്ട്സ് എല്ലാം 50-50 ഗ്രാം വെച്ചാണ് എടുത്തിരിക്കുന്നത്. ഓരോ നട്ട്സും 50 ഗ്രാം വെച്ച് 250 ഗ്രാമിന്റെ नट्स ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. हम सब नट्स 50 ग्राम करके लिया है. सब मिला के 250 ग्राम नट्स है. अभी एक करके ड्राई रोस्ट करेंगे. നമുക്ക് ആദ്യം ഓരോന്ന് വെച്ചിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ആദ്യം ഞാൻ പറങ്ങണ്ടിയാണ് എടുക്കുന്നത്. കാജു थोड़ा फ्राई करना है. ഞാൻ പറങ്ങാണ്ടി ഇത്തിരി വലുതായിരുന്നു, അതുകൊണ്ട് ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്. പറങ്ങാണ്ടിയും ബദാമും വാൽനട്ടും വലുതായതുകൊണ്ട് കുറച്ച് മുറിച്ചാണ് എടുത്തിരിക്കുന്നത്. काजू बादाम और वालनट थोड़ा बड़ा था, इसलिए हम थोड़ा काट के लिया है. वो थोड़ा फ्राई करना है. പറങ്ങാണ്ടി ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. काजू फ्राई हो गया. नट्स का रोस्टिंग टाइम अलग अलग होता है, इसलिए अलग हम लोग फ्राई करना है. നമ്മുടെ എല്ലാ നട്ട്സിൻ്റെയും റോസ്റ്റിംഗ് ടൈം ഒത്തിരി ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ഓരോന്നായിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. നമുക്കിപ്പം പറങ്ങാണ്ടി ഫ്രൈ ചെയ്ത് കഴിഞ്ഞു, നമുക്ക് എടുക്കാം. काजू फ्राई हो गया, निकाल देंगे. നമുക്ക് ആൽമണ്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ എല്ലാം തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ആൽമണ്ട് अभी फ्राई करने जा रहे हैं. इसके बाद सब ऐसे ही फ्राई करके लेंगे. ഞാൻ എല്ലാ നട്ട്സും വറുത്തിട്ട് ഒരു പാത്രത്തിനകത്ത് മാറ്റിയിട്ടുണ്ട്. सब नट्स फ्राई करके एक बर्तन में लिया है. थोड़ा ठंडा करने के लिए रखेंगे. നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാറില്ല. ഒരു സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1 स्पून चीनी लिया है. इसमें हम डाल रहे 3 लौंग, 3 ഗ്രാമ്പു ആണ് എടുത്തിരിക്കുന്നത്. ഏലക്കയുടെ തരി, ജാതിക്ക, इलायची का बीजा है और जादी फल है. वो डाल के पाउडर करके आएंगे. നമുക്ക് പൗഡർ ചെയ്തുകൊണ്ട് വരാം. നമ്മുടെ नट्स എല്ലാം ഫ്രൈ ചെയ്തിട്ട് तनुत കഴിഞ്ഞു. पूरा ठंडा हो गया. अभी इसमें हम डाल रहे कंडेंस मिल्क. ഞാൻ കണ്ടൻസ് മിൽക്കാണ് എടുത്ത് കൊടുക്കുന്നത്. 400 ഗ്രാം കണ്ടൻസ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. 400 ഗ്രാം कंडेंस मिल्क अभी इसमें डाल रहे. ഞാൻ कंडेंस मिल्क नट्सिനകത്ത് ഇട്ട് കഴിഞ്ഞു. कंडेंस मिल्क नट्स में डाला है. अच्छा से मिक्स करना है. ഇതിലേക്ക് ഞാനിപ്പം 1 കപ്പ് मिल्क पाउडर ആണ് ഇടുന്നത്. 1 कप मिल्क पाउडर, 1 कप मिल्क पाउडर डाल के चीनी मसाला डाल के पाउडर किया है, वो भी डालना है. നമുക്ക് പഞ്ചസാരക്കകത്ത് മസാല ഇട്ട് പൊടിച്ചതാണ്. നമുക്ക് ഇതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. अच्छे से मिक्स करना है. 1 टेबल स्पून बटर लिया है. നമ്മൾ 1 टेबल स्पून बटर ഇട്ടിട്ടുണ്ട്. പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. एक पैन गर्म होने के लिए रखा था, उसमें डाला है. बटर डाल के थोड़ा मेल्ट करना है. നമുക്ക് ബട്ടർ ഇട്ടിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. नट्स നമുക്കിപ്പോൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. नट्स अभी इसमें डालना है, बटर में डालना है. പാനിനകത്തോട്ട് നട്ട്സ് ഇട്ട് കഴിഞ്ഞു. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. अच्छा से मिक्स करना है. नट्स इटने शेषम फ्लेम एक मुഴുവനും താത്തിട്ട് കൊടുക്കുക. फ्लेम पूरा कम करना है. नट्स डालने के बाद इसके बाद अच्छा से मिला दीजिएगा. നമ്മൾ ഫ്ലെയിം കുറച്ചിട്ടിട്ട് നമുക്ക് നല്ലതായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഒരു ട്രേ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ट्रे रेडी करके रखा है. इसमें थोड़ा बटर डाल देंगे. ग्रीस करना है. നമുക്കൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പാനിൽ നിന്നും വിട്ട് വരുന്ന പരുവമായിരിക്കണം. നോക്കിക്കോണേ, ഇങ്ങനെ വരണം. ഇതേപോലെ നമുക്ക് വിട്ട് വരുന്ന പരുവമായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. अभी पैन से निकलने का जैसे ही आना चाहिए, ये टाइम में फ्लेम बंद करना है. अभी ये फ्लेम बंद करके ट्रे में डालेंगे. पैन रेडी आके വെച്ചിട്ടുണ്ട്.
पैन और बटर पेपर इട്ടിട്ടുണ്ട് इसमें बटर पेपर डाल के रखा है इसमें एक नट्स डालेंगे നമുക്ക് ഈ നട്ട്സ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ഇത് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം इसमें से थोड़ा प्रेस करके दे देंगे बटर पेपर नीट എടുത്തിട്ടുണ്ടായിരുന്നു बटर पेपर ऐसे लंबा करके लिया है ये अभी इसमें ऊपर में डालना है നമുക്ക് ഇതിന്റെ മേളിലോട്ട് ഇട്ട് കൊടുക്കാം कई വെച്ച് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം हाथ से थोड़ा दबा के दे देंगे अभी ये 4 घंटा फ्रिज में रखना है നമുക്കിത് 4 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കാം 4 മണിക്കൂർ കഴിഞ്ഞു ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് 4 घंटा हो गया इससे निकाल के रखा है നമുക്കിത് എങ്ങനെയായിട്ടുണ്ടെന്ന് നോക്കാം कैसे है देखेंगे നമ്മുടെ മിൽക്കി നട്ട്സ് റെഡി ആയി കഴിഞ്ഞു ഇതൊന്ന് മറിച്ചിട്ട് നോക്കാം पलटी करके देखिए ഇതിന്റെ പേപ്പർ മാറ്റിയെടുക്കാം इसका पेपर हटाएंगे വളരെ ടേസ്റ്റി ആയിട്ടുള്ള मिल्की नट रेडी ആയിട്ടുണ്ട് मिल्की रेडी हो गया थोड़ा कटिंग करके देखेंगे मिल्की नट रेडी ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് ഇത് മുഴുവൻ കട്ട് ചെയ്ത് വെക്കാം पूरा कटिंग करेंगे നമ്മുടെ मिल्की नट ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് मिल्की नट कट हो गया अभी पूरा भी स्टिकी है നമ്മുടെ ഇത് നല്ല സ്റ്റിക്കിയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് മിൽക്ക് പൗഡർ കുറച്ച് എടുത്തിട്ടുണ്ട് थोड़ा मिल्क पाउडर लिया है इसमें डाल दे देखना ऐसे सब तरफ डाल दीजिएगा ഇങ്ങനെയാകുമ്പോൾ നമ്മൾ സ്റ്റിക്കി ആകാതെ നമുക്കിത് എടുക്കാൻ പറ്റും ज़्यादा स्टिकी नहीं होगा ऐसे ऊपर में डालने से നമ്മുടെ മിൽക്കി നട്ട്സ് ഭയങ്കരമായിട്ട് സ്റ്റിക്കിയാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ മേളിലോട്ട് കുറച്ച് മിൽക്ക് പൗഡർ ഇട്ട് കൊടുത്താൽ മതി നോക്കിക്കേ ഞാൻ ഫുള്ളി കോട്ട് ചെയ്തിട്ടുണ്ട് फुल्ली कोटेड है मिल्क पाउडर से तब तक स्टिकी नहीं होने से निकालने का टाइम स्टिकी हो जाएगा നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മിൽക്കി നട്ട്സ് റെഡി ആയിട്ടുണ്ട് എളുപ്പം ഉണ്ടാക്കിയെടുക്കാം ഗസ്റ്റ് വരുമ്പോഴൊക്കെ सब लोग थोड़ा ट्राई करके देखिएगा जल्दी बना सकता है നമ്മുടെ മിൽക്കി നട്ട്സ് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തോണം പ്രത്യേകിച്ച് പിള്ളേരുള്ള വീട്ടിൽ ഇതെല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും കുഞ്ഞുങ്ങൾക്ക് हम लोग का मिल्की नट्स बहुत बढ़िया टेस्ट है कुछ भी नट्स आप लोग के पास है ऐसे ही बना दीजिए छोटा बच्चा लोग है तो बहुत पसंद हो जाएगा प्लीज लाइक शेयर एंड सब्सक्राइब थैंक यू फॉर वॉचिंग